അപ്പയും നെഞ്ചു പൊടിഞ്ഞിട്ടാണ് ദുനിയാവെന്ന് പോയതെങ്കിൽ ഖബറിൽ പോലും പടച്ചോൻ സമാധാനം തരൂലാണ്. ഏത് മനുഷ്യനും അള്ളാഹ് ഖബറിൽ ഇളവ് കൊടുക്കും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പെരുന്നാളിന്റെ ദിവസം, അതുപോലെ ആശൂറ, ലൈലത്തുൽ ഖദർ, അന്നൊക്കെ അല്ലാഹു തആല ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ചെറിയ ചെറിയ ഇളവുകൾ കൊടുക്കും. ആ ഇളവ് പോലും പടച്ചോൻ കൊടുക്കൂല എന്ന് പറഞ്ഞത് ഒരേ ഒരു കൂട്ടർക്ക. ഉഖൂഖുൽ സ്വന്തം മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിച്ച മക്കൾക്ക്. കൂടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ഉമ്മ മകനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കുന്നുണ്ടെങ്കിൽ ആ മകള് ആ ഉമ്മാക്ക് മകളാണ്. അത് മരുക്കളാണെങ്കിലും മക്കളാണെങ്കിലും രണ്ടു കൂട്ടരും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. നമ്മളെ മക്കള് നമ്മളെ നേരെ തിരിഞ്ഞുക്കുമ്പോൾ നെഞ്ചിങ്ങനെ പെടയാൻ തുടങ്ങും. പെടയുന്നുണ്ട് പലരുതും. സ്വന്തം വാപ്പനെയും നല്ല നിലക്ക് നോക്കാത്ത മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ? നെഞ്ചിൻ്റെ ഉള്ളിലുള്ളൊരു പെടച്ചില. നമ്മളെ മക്കള് നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പുകയാൻ തുടങ്ങും. അത് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെടയും. ഒരാളോട് പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരും, ഇതെനിക്ക് കിട്ടണ്ടിയ, കാരണം മൂപ്പരമ്മനെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞയച്ച്, അത്രക്ക് കരയിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ഇതെനിക്ക് കിട്ടേണ്ടത് എൻ്റെ അമ്മനെയും വാപ്പനെയും എനിക്ക് അങ്ങനെയാ നോക്കാൻ പറ്റിയിട്ടില്ല. ആ കുറ്റബോധം കൊണ്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് നീറി നീറി ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അത് മാറണം. എന്നെങ്കിലും ഖബറിലേക്ക് വെക്കണം. അക്കാലം വരെ ആ വേദന നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും, നിങ്ങളെ മാതാപിതാക്കളുടെ കണ്ണ് നിറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പടച്ചോനെ സമാധാനത്തോടെ കണ്ടുമുട്ടൂല. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ ബന്ധമാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ വീട്ടിലെ മാതാപിതാക്കളിൽ എത്ര പേർക്ക് നമ്മളോട് സമാധാനം ഉണ്ട്? നോക്കുന്നതിന് കണക്കാ. ഇതിൻ്റെ സ്വർഗാണ് എന്നുള്ള ചിന്തയല്ല, നോക്കുന്നതിന് കണക്കാ. 3 മാസാ കണക്ക്, 4 ആരും വിളിക്കുന്നില്ല, ഇതാ പരാതി. എത്രയെത്ര കുടുംബങ്ങളിൽ, എത്രയെത്ര ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയിട്ട് എത്ര നിസ്കരിച്ചിട്ടും നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ് പോയിട്ടും കാര്യമല്ല. ഏത് വലിയ പള്ളി കമ്മിറ്റീൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റ് ആയിട്ടും കാര്യമല്ല. സ്വന്തം ഉമ്മാനോടും വാപ്പാനോടും ഏറ്റവും മര്യാദയോടെ പെരുമാറിയാലല്ലാതെ. അവരത്ര ആഗ്രഹിക്കുന്നു. ഞാനൊക്കെ ഇപ്പോൾ പറയലുണ്ട്, തമാശയാണ് കേട്ടോ, എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല, നല്ല നിലക്ക് നോക്കുന്ന മക്കളുണ്ട്. മക്കൾക്ക് എന്തൊരു പുരോഗതി ഉണ്ടാകുന്നതും മാതാപിതാക്കൾക്ക് നല്ല സന്തോഷമാണ്. സത്യം, നിങ്ങൾ നന്നായി, നിങ്ങളൊക്കെ ഒരു അത്യാവശ്യം നല്ല നിലക്കെത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഉമ്മാര് പറയും, ഓള് നല്ല നിലയിലാ. വിളിച്ചു നോക്കിയിട്ടില്ലെങ്കിലും പറയും, ഓള് നല്ല നിലയിലാ, ഓളെ പിയാപ്പിള നല്ലൊരുത്തനാ, എൻ്റെ മോളെ ഭാഗ്യം കൊണ്ടാ കിട്ടിയതാ. നിങ്ങളെ വന്നു നോക്കലുണ്ടോ? ആന്നില്ല. അതേ പറയൂ അവര്, അതേ പഠിച്ചിട്ടുള്ളൂ രക്ഷിതാക്കള്. ഇനിപ്പണ്ട് ഗൾഫ് കൊണ്ടുപോകുന്നത് പോലും ഫാഷനാ അല്ലേ? സ്വന്തം മക്കള് ഗൾഫിലേക്ക് പോകാന്നറിയുമ്പോൾ വാപ്പാർക്കുമാർക്കൊക്കെ വലിയ സന്തോഷം തന്നെയാ. അവസാനം നാട്ടുകാരോട് മുഴുവനും പറയും, കദീഷുമ്മ എൻ്റെ മോളെ കൊണ്ടുപോകുക അവൻ ഗൾഫിക്ക്, ഞമ്മക്കില്ലാത്ത ഭാഗ്യം നമ്മളെ പെൺകുട്ടിയൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൂണ്ടി സന്തോഷം തന്നെയാ. അതുകൊണ്ട് നാട് മൊത്തം പറയും, ഓളും പറയും, ഉമ്മ ഞാൻ പോയാ ദിവസവും വിളിക്കട്ടോ, അങ്ങനെയാട്ടോ ഇങ്ങനെയാട്ടോ ഒക്കെ ഓക്കെ. ഉമ്മാര് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യും. ഗൾഫ് പോയോള് പിന്നെ വിളിക്കണമെങ്കിൽ ഓക്ക് ഗൾഫിൽ നിന്ന് വിശേഷം ഉണ്ടാവണം. 6-ാം മാസം വിശേഷമായാൽ അവിടെ ആളെ കിട്ടൂല നോക്കേ. അത്യാവശ്യം പിന്നെ അവിടെ നല്ല പൈസയും കൊടുക്കണം. ഒരു ഫിലിപ്പൈനി പെണ്ണിനെയൊക്കെ വിളിച്ചുകൊണ്ടോ നോക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു 6 മാസം കഴിയുമ്പോൾ ഒരൊറ്റ വിളി, അമ്മാനമ്മാ, ഓ ഞങ്ങളെ സ്വപ്നം കണ്ട്, എന്താ നിങ്ങളെ രാത്രി ഉറക്കത്ത് കണ്ട്. പിന്നെ 1-ാമത്തെ എരടും, ഉമ്മ ദുബായ് കണ്ടില്ലല്ലോ, ഇല്ല, എന്ത് രസം അറിയാം ഉമ്മ, അടി കൂടെ പോകുന്ന ഫ്ലൈറ്റ്, മേലെ കൂടെ പോകുന്ന തീവണ്ടി, ഇതൊക്കെ പറയുമ്പോൾ ഈ സാധുക്കൾ സ്വപ്നം കാണുകയും ചെയ്യും. ആയുസിൽ ഇതൊക്കെ കാണാൻ കിട്ടുന്ന ഭാഗ്യല്ലേ എന്ന്. എന്നിട്ട് പറയും, ഉമ്മ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പിയാപ്പിള പറഞ്ഞു നിങ്ങളോട് ഇങ്ങ് പോരെ, പൂത്തിരി കത്തിയില്. അപ്പം ഉമ്മാര് വെറുതെ ചോദിക്കും, വാപ്പയോ? വാപ്പനപ്പം നോക്കാൻ ആളില്ലാത്ത അസാദിയിലോ എന്ന് കിടക്കുന്നുണ്ടാവും. അവസാനം ഉമ്മനെ ഗൾഫ് കൊണ്ടുപോകും, വാപ്പ ഇവിടെ തന്നെ. ഏകദേശം ഗൾഫ് പോയി മോളെ പ്രസവമൊക്കെ എടുത്ത് നല്ല ഭംഗിയിലോളം നോക്കി തിന്നാൻ കൊടുത്ത് ഓള് പ്രസവിച്ച് 3-ാമത്തെ മാസം തികയുന്ന കുറച്ച് സമയമാകും. നല്ലോണം തടിച്ച് ഉഷാറായി ഉമ്മ പൊന്നുപോലെ മക്കളെ പോലെ നോക്കി. പിന്നെ ആ ഉമ്മ ഒരു അധികപ്പറ്റായി വരുന്നത് കാണാം. കാരണം ഓം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മയുണ്ട് റൂമിൽ. ഓളെ ഒന്ന് തൊടാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഒരു ഫ്രീ കിട്ടുന്നില്ല. അപ്പം എങ്ങനെങ്കിലും ഒരു 3 മാസം കഴിഞ്ഞ് അമ്മനെ നാട്ടിൽ കയക്കണം. ഉടനെ അടുത്ത സ്വപ്നം ഓള് കാണും, ഉമ്മ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട്. ആരെ മോളെ? വാപ്പനെ. വാപ്പ നാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കല്ലേ. അപ്പോഴേക്കും ഉമ്മാക്ക് പിന്നെയും സങ്കടം. അവസാനം ഉള്ളതെല്ലാം 5 റിയാലിൻ്റെയും 10 റിയാലിൻ്റെയും സർവ്വ സാധനങ്ങളും വാങ്ങിക്കൊടുത്തൊരു വലിയ പെട്ടും കെട്ടി സാധുക്കളെ നാട്ടിൽ പറഞ്ഞേക്കും. എല്ലാ മക്കളും നല്ലട്ടോ, അവനാൻ്റെ മുതലാക്കാൻ വേണ്ടി മാത്രം വാപ്പനെയും ഇമ്മനെയും സ്നേഹിക്കുന്നവരുണ്ട്.
സ്വത്ത് കിട്ടാൻ വേണ്ടി മാത്രം അഭിനയിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി മാത്രം മുഖത്ത് പുഞ്ചിരി വരുത്തി സബൂറാക്കുന്നവരുണ്ട്. ഉക്കൂക്കല്ലുമ്മഹാത്ത്, സൂക്ഷിക്കണേ. ഏത് നിസ്കാരത്തയമ്പിനും പടച്ചോന്റെ മുൻപിൽ വിലല്ലാണ്ടാക്കി കളയും മാതാപിതാക്കളുടെ നെഞ്ചകം. എന്നാലും റബ്ബേ എന്നൊരു സങ്കടം കൊണ്ട് അവർ നമ്മളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇതൊക്കെ കേൾക്കുമ്പം ചില വാപ്പാരുമാര് കരുതും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടിയേനു എന്ന്. എന്നാൽ ഇതേപോലെ തന്നെ രക്ഷിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളെ മക്കളോടും ചില കടമുണ്ട്. ഒരു മക്കളോട് നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. ചെറുപ്പ കാലഘട്ടത്തിൽ തുടങ്ങും ചില അമ്മമാര് വേർതിരിവ് കാണിക്കാൻ. കൊടുക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, പലഹാരം കൊടുക്കുന്നിടത്തിൽ അല്ലേ, കല്യാണപ്പോരയിലൊക്കെ പോയി ഉമ്മാക്ക് ഒരു പുതുക്കത്തിന് പോയിട്ട് ഒരു പെട്ടി കിട്ടിക്കെങ്കിൽ ഉമ്മ കാത്തു വെക്കും. എന്തിന്? ഇളയന് കൊടുക്കാൻ. മൂത്തോൻ വന്നിന്ന് എന്താടാ കളിക്കാൻ പോകാനല്ലേ, ആ പോയിക്കോ. എന്തിനാ? ഉമ്മക്ക് പെട്ടി എന്നിട്ട് മറ്റേന് കൊടുക്കണം. ചെറുപ്പ കാലഘട്ടം മുതൽക്കേ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഞാൻ പറഞ്ഞല്ലോ അധ്യാപകനാ. അപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ മീറ്റിംഗ് നടത്തുമ്പം മൂത്ത് നല്ലോണം പഠിക്കും, ഇളയത് ചിലപ്പം അത്ര വിവരം ഉണ്ടാവില്ല. മൂത്തയിന് എല്ലാത്തിലും എക്സാം ഫില്ലായിരിക്കും, ഇളയന് അത്ര. നമ്മൾ ചോദിക്കും, അല്ല രണ്ടാളും നിങ്ങളെ മക്കൾ തന്നെയല്ലേ? അല്ല, അന്തേ മൂത്ത ഇഞ്ച മാതിരി, ഇളവ് മൂപ്പര മാതിരിയാ. അങ്ങനല്ല, അങ്ങനെ പറയാ. മൂത്തയിന് ഇഞ്ച ബുദ്ധിയാ കിട്ടിയത്, ഇളയിന് മൂപ്പര ബുദ്ധിയാ കിട്ടിയത്. ഈ സാധു ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കണത് കാണാം. ഓരോ മക്കൾക്കും പടച്ചോൻ ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. മക്കൾക്ക് ഒരിക്കലും വേർതിരിവ് കാണിക്കുന്ന രീതി അത് മക്കൾക്കിടയിലും ഉണ്ട്, മരുക്കൾക്കിടയിലും ഉണ്ട്. നാളെ ഒരു കുടുംബ പ്രശ്നം സംസാരിക്കാൻ പോയപ്പോൾ ഒരു മരുവോട് പറഞ്ഞ്, ഉമ്മ കാക്കൻ്റെ ഭാര്യനെയൊക്കെ മോളേന്നാ വിളിക്കുക, ഇന്ന പേരാ വിളിക്കുക. ഉണ്ട്, ചിലന്മാർക്ക് ആ സ്വഭാവം ഉണ്ട്. കാരണം മൂത്തോളെ കെട്ടിക്കൊണ്ടുവന്ന് തറവാട്ടുന്ന ഓളെ വാപ്പയമ്മ ഇടക്കിടക്ക് അയ്യപ്പൻ ചുട്ടുകൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് മൂത്തോളോട് മോളെ എന്നെ വിളിക്കും, ഇളയോളോ റസീന അങ്ങോട്ട്. അത് മക്കളെ മനസ്സിൽ വേർതിരിവ് ഉണ്ടാക്കുന്നുണ്ട്. മൂത്തോളെ വീട്ടിൽ ഉമ്മ നോമ്പ് തുറക്കാൻ പോകും. കാരണം എന്താ? ഒരു വലിയ തറവാട്ടുകാരാ. ഇളയോൻ കെട്ടിയ വീട്ടിൽ ഉമ്മ വിളിച്ചാൽ പോലും പോണില്ല. ഉമ്മ അല്ല കേട്ടോ, ഇനി ഉമ്മൻ തന്നെ പറഞ്ഞു വിചാരിക്കണ്ട, വാപ്പയും പോണില്ല. എന്താ? ആടെന്നും ഉണ്ടാകിയല്ലേ, ഓലെന്തോ അഷ്ടിക്ക് വകല്ലാത്ത ഏറ്റിങ്ങൾ. മക്കളിടയിലും മര്യക്കിടയിലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട്. കൊണ്ടടക്കുന്നിടത്ത് പോലും ഒന്നിനെ അമ്മ കൊണ്ടുപോകുന്നുള്ളൂ. കല്യാണപ്പൊരയിൽ ഇനി പോരിട്ട മോളെ, എന്താ വള കൂട്ടിയാൽ ഓളഷ്ടല്ല. എന്നിട്ട് ആ അമ്മ അവസാന കാലത്ത് പറയാ ഓള് നോക്കണില്ല എന്ന്. നോക്കുവോ? മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്, ഒരു മക്കൾക്കിടയിൽ. കാരണം നിങ്ങൾക്ക് സംരക്ഷണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മരുക്കളുടെയിലും മക്കളുടെയിലും വേർതിരിവ് കാണിക്കരുത്. സ്വത്ത് എഴുതി വെക്കുന്ന രംഗത്ത് പോലും മാതാപിതാക്കൾ ആ വേർതിരിവ് കാണിക്കുന്നുണ്ട്. മൂത്തോനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഇളയോനെ അല്ലെ പെൺകുട്ടിക്ക് മാത്രം എഴുതി വെക്കും, ആ മക്കൾക്ക് ഒന്നും എഴുതി വെക്കൂല. ചിലർ ആൺമക്കൾക്ക് എഴുതി വെക്കും, പെൺകുട്ടിയെ കൊടുക്കൂല. ചിലർ ഏതെങ്കിലും ഒരുത്തന് മാത്രം അത്യാവശ്യം കണ്ണായ പറമ്പോ അവന്റെ പേരിലേക്ക് അങ്ങ് പറഞ്ഞു വെച്ചേക്കും. ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ചെങ്കുത്തായ കുന്നായിരിക്കും കിട്ടുക. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അനന്തര സ്വത്തിൽ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയും ചെയ്താൽ വഖ്വ ഫിന്നാർ, ആ മാതാപിതാക്കൾ നരകത്തിലായിരിക്കും. ഓലെത്ര നിസ്കരിച്ചാലും നോമ്പ് പറ്റാലും.